ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് കിഴങ്ങിൻ്റെ പൊറോട്ടയാണ്. ഇത് വടക്കേന്ത്യ സ്റ്റൈൽ, ഞാൻ മധ്യപ്രദേശ് സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചട്നി റെഡിയാക്കി സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. ഞാനിവിടെ 2 തക്കാളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് തോനെ മല്ലിയില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു കഷ്ണം പിഴുപുളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സൈഡിലായിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മൾ കിഴങ്ങിൻ്റെ പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ മസാല റെഡിയാക്കിയാണ്. അപ്പോൾ ഞാനൊരു 5-6 മുളക് എടുത്തിട്ടുണ്ടായിരുന്നു, ഉണക്കമുളക്. അതിൻ്റെ കൂടെ ഒരു 1-1.5 സ്പൂണോളം മല്ലി എടുക്കുക, 1/2 സ്പൂൺ പെരുംജീരകം, പിന്നെ 1/2 സ്പൂൺ ജീരകം, പിന്നെ 1/4 സ്പൂൺ അരിമോദകം. നിങ്ങൾക്ക് അരിമോദകം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും മതി. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ കല്ലിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജാറിൻ്റെ അകത്തിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 4 കിഴങ്ങാണ് പുഴുങ്ങി എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി എത്രയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ടായാലും ഒന്ന് പൊടിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വരും. അതിനുശേഷം ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കൊച്ചുള്ളി, ഒരു പച്ചമുളകും കൂടി എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത്, ഒത്തിരി ആവരുത്, ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കല്ലിലിട്ട്. നിങ്ങൾക്ക് കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാളയുടെ ഒരു കഷ്ണമായാലും മതിയാവും. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്ലെയിം ഓണാക്കി കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ അത് ഫ്രൈ ആയതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് വിട്ടൊന്ന് ഒത്തിരി ഫ്രൈ ആക്കണ്ട. ഓൾറെഡി മസാല നമ്മൾ വറുത്തിട്ട് പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കിഴങ്ങ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് സ്പീഡിന് വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കിഴങ്ങ് ഒട്ടും വെള്ളം എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആ കടായി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ നേരത്തെ തന്നെ ആട്ട ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ആശീർവാദിൻ്റെ എങ്ങനത്തെ ആട്ടയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന്, വേറെ ഒന്നും ഇടാൻ പാടില്ല, കുഴച്ചിട്ട് ഒരു 1 മണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ റെഡിയാക്കിയാൽ മതിയാവും. അപ്പം ഞാനൊന്ന് കൈ കൊണ്ടാണ് ഇത് ഓരോ ലോയ് പോലെയാണ്, ബോൾ പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ അതിൻ്റെ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ 1 സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കിഴങ്ങിൻ്റെ വച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുക. പൊട്ടാൻ പാടില്ല, സ്ലോയിൽ തന്നെ വേണം. അതിനുശേഷം ഞാനിവിടെ ഒന്ന് നമ്മുടെ റൊട്ടി ഉണ്ടാക്കുന്ന തവ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടായി തീരുമ്പോൾ നമ്മളിതൊന്ന് ഇട്ടിട്ട് തിരിച്ചു മറിച്ച് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഏത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഓയിൽ കോക്കനട്ട് ആവരുത്, വേറെ ഏതെങ്കിലും ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇതൊന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബാക്കി ഉള്ള ചപ്പാത്തിയും കൂടെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചപ്പാത്തി ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന ചട്നി കൂടെ ഞാൻ ഒരു പ്ലേറ്റിലെടുത്ത് നമ്മുടെ പൊറോട്ടയും വെച്ച്, അപ്പം നിങ്ങൾക്ക് ഞാനിതൊന്ന് മടക്കി എടുത്ത് കാണിച്ചു തരാം. ഇത് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഞാനിത് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കുകയാണ്. നമ്മളിത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട്, ഞാൻ റെഡിയാക്കുന്നതാണ്. അപ്പോൾ സത്യമായിട്ട് നല്ല പെർഫെക്റ്റാണ്, നല്ല സൂപ്പറാണ്, ടേസ്റ്റാണ്. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.